മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നിന്ന് അല്പനിമിഷം നമുക്ക് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് വിളിക്കുമ്പോൾ ശമൂവേൽ പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു. ഈ പ്രഭാതത്തിൽ ആരാധനയ്ക്ക് വന്ന് എത്ര പേരുടെ ഹൃദയം തുറന്ന് പറയാൻ കഴിയും, കർത്താവേ ഈ പ്രഭാതത്തിൽ എന്നോടൊന്ന് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുവാൻ തയ്യാറാണ്. പലപ്പോഴും ദൈവശബ്ദം കേട്ട് അതിൻ പ്രകാരം ജീവിച്ച, അതിൻ പ്രകാരം നീങ്ങിയ, അതിൻ പ്രകാരം ശുശ്രൂഷിച്ച ഏലിയുടെ ജീവിതത്തിൽ ദീർഘനാളുകൾ ദൈവശബ്ദം കേൾക്കാതെയായി, ദീർഘനാളുകൾ ഒരു സ്വപ്നം കാണാതെയായി, ദീർഘനാളുകൾ യഹോവയുടെ ഇടപെടൽ ഇല്ലാതെയായി. ഹല്ലേലൂയ! എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ ചില നാളുകളായി പേഴ്സണലായി, വ്യക്തിപരമായി അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ആരെങ്കിലും പ്രസംഗിച്ചത് മാത്രമല്ല, ഹല്ലേലൂയ, എത്രയോ ദിനരാത്രങ്ങൾ ദൈവം നമ്മോട് ഇടപെട്ട ദിനരാത്രങ്ങൾ, രാത്രിയുടെ യാമങ്ങൾ, പ്രഭാതയാമങ്ങൾ, ഹല്ലേലൂയ, അതെ, സന്ധ്യാവേളകൾ, വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട ഇടപെടലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് അതരം തുറന്ന് പറ, കർത്താവേ നഷ്ടപ്പെട്ടു പോയ നാളുകളെ ഞാൻ ഓർത്ത് തപിക്കുകയാ, കരയുകയാ, അനുദമിച്ചു മടങ്ങി വരികയാ, എന്നോടൊന്ന് സംസാരിക്കണമേ. കൃപ നഷ്ടപ്പെട്ടിട്ടും, അഭിഷേകം നഷ്ടപ്പെട്ടിട്ടും, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടിട്ടും, ദൈവിക ഇടപെടൽ നഷ്ടപ്പെട്ടിട്ടും ദീർഘനാളുകൾ ഏലി ജനത്തെ ഭരിച്ചു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവകൃപയില്ലെങ്കിലും പ്രസംഗിക്കാം, ദൈവകൃപയില്ലെങ്കിലും പാടാം, പ്രാർത്ഥനയില്ലെങ്കിലും പ്രസംഗിക്കാം, പ്രാർത്ഥനയില്ലെങ്കിലും പാടാം, പ്രാർത്ഥനയില്ലെങ്കിലും പ്രവചിക്കാം, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലെങ്കിലും പ്രവചിക്കാം. അതെങ്ങനെയാ ഭാഷ നടക്കുന്നത്? അതേ, ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദിനോട് അസൂയയും കുശുമ്പും സ്പർദ്ധയും വർദ്ധിച്ചപ്പോഴും അതേ ശൗല് പ്രവചിച്ചെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദാവീദിനെ കൊല്ലുവാൻ കൂർപ്പിച്ച കുന്തമനയുള്ള കുന്തവുമായിട്ട് യാത്ര ചെയ്യുമ്പോഴും വീണ് കിടന്ന് നഗ്നനായി പ്രവചിച്ച ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ചില കാലങ്ങൾ ദൈവകൃപ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഓടാൻ കഴിയും. ഹല്ലേലൂയ! ദൈവകൃപ നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവരെ നോക്കണ്ട, അവനവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഈ പകൽക്കാലം നാം ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനൊരിക്കലും ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കാലുകൊണ്ട് മറ്റൊരാളെ കിരണ്ടുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അതിൻ്റെ അർത്ഥം എനിക്കുള്ളതല്ലെന്നാ, കേട്ടോടാന്ന്. ഹല്ലേലൂയ! ആ പുള്ളിക്കുള്ളതാന്നാ. പ്രിയ ദൈവവൈതലെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഞാനവിടെ വിട്ടില്ല, ഞാൻ അവിടെ നിർത്തി. ഹല്ലേലൂയ! സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ മടങ്ങി വരവിന്. കാഹള ശബ്ദം കേൾക്കുന്നത് വ്യക്തിപരമായിരിക്കും. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നിർമ്മലൻ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എനിക്ക് എൻ്റെ ഭാര്യയെ അക്കരെ നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല, എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല, എനിക്ക് തന്നെ പോകുവാൻ പറ്റുമോ എന്നോർത്ത് ഞാൻ വ്യാകുലപ്പെടുകയാണ്. സ്തോത്രം. നിങ്ങളെന്താ ചിരിക്കുന്നേ? ഉള്ള കാര്യമായി പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കോപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ, ആവശ്യമില്ലാത്ത പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ, ആവശ്യമില്ലാത്തവനെ കുറിച്ച് കുശുമ്പ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ, ആവശ്യമില്ലാത്തവരുടെ കാര്യം ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ ജീവിതം കട്ടപ്പുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ചോണം. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും എന്നോടും തന്നെ പറയും, ഹല്ലേലൂയ, എനിക്കാരെയും കൊണ്ടുപോകാൻ കഴിയത്തില്ല, വേണേ ഒരുങ്ങിക്കോണം.
ഒരുങ്ങിക്കോണം, വേണമെങ്കിൽ ഒരുങ്ങിക്കോണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കാരെ ഉണർത്താൻ പറ്റത്തില്ല, നമുക്ക് തന്നെ ഉണരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ മാനസാന്തരത്തിന് ദൂത് പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് എനിക്കൊന്ന് മടക്കി വേണം. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് കരയാൻ തുടങ്ങിയ ഒരു സ്ത്രീയെ എനിക്കറിയാം. അവൾ വീട്ടിലാരോടും പറയുന്നില്ല, പൊട്ടിക്കരയുന്നു. മുഖം വല്ലാതെ വാടി, മുഖം വിളറി, കണ്ണുനീരൊഴുകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. പലരും പലതും ചോദിക്കുന്നു, ആൻസറില്ലാതെ അവൾ ഓടി നടക്കുകയാണ്. അവൾ വിശ്രമിച്ച സ്ഥലത്ത് പോയി നോക്കുന്നു, അവൾ കിടന്ന സ്ഥലത്ത് നോക്കുന്നു, വീട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കുന്നു. അവൾ പറയുന്നൊരു പദമുണ്ട്, ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി, ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി, മണവാളൻ വരാൻ സമയമായി, എനിക്കെൻ്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി, എനിക്കെൻ്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി, എനിക്കെൻ്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. മടങ്ങി വരുമ്പോൾ, ചേർക്കുവാൻ വരുമ്പോൾ, മണയറയിൽ പ്രവേശിക്കണമെങ്കിൽ അവിടുന്ന് തന്നിട്ട് പോയ ദ്രഹ്മ കയ്യിലില്ലെങ്കിൽ അരുമനാഥൻ എന്നെ ചേർക്കയില്ല. ഒരു മണവാളനുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. അവൾ പറയാണ്, എന്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കരച്ചിൽ എത്ര പേർക്ക് ഈ പ്രഭാതത്തിലുണ്ടാകും? മീഡിയ, നിന്റെ വിഷയം നിന്റെ വ്യക്തിപരമായ ജീവിതമാ. വീഴുന്നവര് വീഴട്ടെ, നിൽക്കുന്നവര് നിൽക്കട്ടെ. നമുക്ക് ആവശ്യം ദൈവകൃപയാണ്, നമുക്ക് ആവശ്യം അഭിഷേകമാണ്, നമുക്ക് ആവശ്യം ആത്മശക്തിയാണ്, നമുക്ക് ആവശ്യം ദൈവിക ഇടപെടലാണ്, നമുക്ക് ആവശ്യം ദൈവശബ്ദമാണ്. എല്ലാ തരങ്ങളും തുറക്കാം. അവൾ വീടടക്കം കരയാൻ തുടങ്ങി. വലിയൊരു പ്രതീക്ഷ ആ വീട്ടുകാർക്കുണ്ടായിരുന്നു. അടുത്ത നിമിഷം വലിയൊരു വിവാഹ മഹോത്സവം നടക്കും. അടുത്ത നിമിഷം ഒത്തിരി പേർ വരും. ഏത് സമയമെന്നറിയത്തില്ല. പക്ഷേ വരുമ്പോൾ ഞങ്ങൾ നിരാശപ്പെട്ടു പോകുമോ എന്നോർത്തവർ വേദനിക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അവർ വീടടക്കം കരയാൻ തുടങ്ങി. കുടുംബപരമായി കരയണം, വ്യക്തിപരമായി കരയണം. വ്യക്തിപരമായി കരയാൻ തുടങ്ങി, കുടുംബം ഒന്നിച്ച് കരയാൻ തുടങ്ങി. അടുത്ത നിമിഷം എന്നതില്ലാത്തൊരു മഹാസന്തോഷം അവിടെ ഹൃദയത്തിലുണ്ടായി. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ മടക്കി കിട്ടി. ദ്രഹ്മ മടക്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവർ വീടടക്കം ആനന്ദിച്ചു എന്നാണ്. വീടടക്കം ആനന്ദിച്ചു. കുടുംബസമേതം സന്തോഷിക്കാൻ ഒരവസരം ദൈവം തരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിലവിളിച്ച, കരഞ്ഞ ഹല്ലേലൂയ സമയം, നഷ്ടപ്പെട്ടു പോയ ആയുധത്തെക്കുറിച്ച് നിലവിളിച്ചൊരു കരഞ്ഞ ഒരു നിമിഷം. എന്താണ് പറഞ്ഞത്? യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം എത്ര വലുതായിരുന്നു. ഈ പകൽക്കാലം കർത്താവിനോട് സംസാരിക്കാം. അതെ, ദീർഘനാളുകളായി ദൈവശബ്ദം കേട്ടിട്ട്, ദീർഘനാളുകളായി ദൈവിക ഇടപെടൽ കേട്ടിട്ട്, പക്ഷേ ഏലി പുരോഹിതനായി നിൽക്കുകയാണ്. അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചത്? ഏലി അവിശ്വസ്തനായി. ദൈവം മറ്റൊരു വ്യക്തി എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ഏലിക്ക് മടങ്ങി വരാൻ ഒത്തിരി അവസരമുണ്ടായിരുന്നു. എനിക്ക് ക്രമീകരണം കഴിക്കാൻ ഒത്തിരി അവസരമുണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവിക ഇടപെടലിന് സമയമുണ്ടായിരുന്നു. ഹൂറാബാദിയ, കിട്ടിയ നന്മയിൽ, കിട്ടിയ സമൃദ്ധിയിൽ, കിട്ടിയ അനുഗ്രഹത്തിൽ, കിട്ടിയ ആ നന്മകളിൽ അവൻ സന്തോഷിച്ച് നീങ്ങി. അടുത്ത നിമിഷം കൂട്ടമരണങ്ങൾ, കൂട്ട അനർത്ഥങ്ങൾ. അതിനു മുൻപായി ഒരു ശമൂവേൽ പറയുക, എന്നോട് സംസാരിക്കണേ, എന്നോടൊന്ന് സംസാരിക്കണേ. ഏലിയെ പോലെയല്ല, ശമൂവേലിനെ പോലെ നമുക്ക് ദൈവത്തോട് ഈ പ്രഭാതത്തിൽ പറയാ, യഹോവേ, അടിയനിതാ അരുളി ചെയ്യണമേ. മടങ്ങി വരുന്നവൻ്റെ മേൽ അഭിഷേകത്തെ പകരുന്നവനാ നമ്മുടെ ദൈവം.
മടങ്ങി വന്ന ശിംശോന്റെ മേൽ അഭിഷേകത്തെ മടക്കി തന്ന ദൈവം, മടങ്ങി വന്ന മുടിയനായ പുത്രനെ പുത്രത്വത്തിലേക്ക് സ്വീകരിച്ച ദൈവം. ഹല്ലേലൂയ. ദർശകന്മാരില്ലാതിരുന്ന സമയം, ദർശനം തീരെ കുറവായിരുന്നൊരു സമയം, ദൈവിക ഇടപെടലില്ലായിരുന്ന സമയം, വീണ്ടും വീണ്ടും ശീലോവിൽ പ്രത്യക്ഷനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എല്ലാ തരങ്ങളും തുറക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. ഓ ഗ്ലോറി. കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഓവേ, എന്നോട് സംസാരിക്കണമേ. യഹോവേ, എന്നോട് സംസാരിക്കണമേ. യഹോവേ, എന്നോട് ഇടപെടണമേ. ഹൂറാബ ശാന്തലാദിയാന. ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ യൂത്ത് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വചനത്തിൽ നിന്ന് നിർത്തുന്നത്. എന്നാൽ നമുക്കൊന്ന് സംസാരിക്കാം ദൈവത്തോട്. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ നാവും തുറന്നേ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അപ്പച്ചനോട് സംസാരിച്ച്, അപ്പ എന്നോട് സംസാരിക്കണമേ. ഇരമ്യാവിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാതെ. 33 അധ്യായത്തിൻ്റെ 6 വാക്യം ആരും വായിക്കണം, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സത്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. രോഗികൾക്ക് ഒരു സൗഖ്യദായകനായി കർത്താവ് വരുന്നുണ്ട്. എല്ലാ നാവും തുറന്നേ, എല്ലാ തരങ്ങളും തുറന്നേ, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ആരും രോഗികളായി പോകരുത്, ആരും നിരാശിതരായി പോകരുത്. 2 കാര്യം നമുക്ക് ചെയ്യാം. ഒന്ന്, വീട് മുഴുവനും അടിച്ചു വൃത്തിയാക്കിയ ഒരു സ്ത്രീയെ പോലെ, ആ കന്യകയെ പോലെ നഷ്ടപ്പെട്ടു പോയ താലന്തുകൾ, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ദൈവശക്തി, അതിനുവേണ്ടി ഒരു അന്വേഷണം, അതിനുവേണ്ടി ഒരു മടങ്ങി വരവ്, അതിനുവേണ്ടി ഒരു തിരച്ചിൽ അതിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ. രണ്ടാമത് നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, യഹോവേ, അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു. കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. എല്ലാ ധരങ്ങളും തുറക്കാം. ഹോറബശബനവിഖാദിയാണ്. എല്ലാ ധരങ്ങളും തുറന്നേ, പ്രാർത്ഥനയ്ക്കായി തലകളെ ഉണക്കാം. ജീസസ്. ഹോറബശബനവിഖാദിയാണ്. ഹദരഘടകമനരഹസ്യാണ്. അർത്ഥമനഘടകധനരഹസ്യ. എല്ലാ നാവും തുറക്കാം. എൻ പ്രിയൻ വലങ്കരത്താൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും എന്നുള്ള പാട്ടിൻ്റെ ചരണങ്ങൾ നാം ചേർന്ന് പാടി സ്തുതിക്കുമ്പോൾ സ്തോത്രകാഴ്ച അർപ്പിക്കാൻ കൂടിയുള്ള സമയമാണ്. അധരങ്ങളെ തുറക്കാം. എല്ലാ നാവും തുറന്നാട്ട്.